ഈ ഒരുപാട് സുഹൃത്ത് വലയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഒരുപാട് സുഹൃത്ത് വലയം എങ്ങനെ നേടി, എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? രഹസ്യം, ഞാൻ ടോക്കറ്റീവാണ്, സാധാരണ വളരെ നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ആ രീതിയിൽ എപ്പോഴും നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ സഹായിക്കുന്നത്. ഇപ്പോഴും എനിക്കൊക്കുന്നില്ല, ഒരു സമയത്ത് ഞാൻ സഹായിക്കുന്ന രീതിയിൽ എല്ലാം രീതിയിൽ ഞാൻ എൻ്റെ ഇതുപോലെ നോക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അതിവൻ ചെറുപ്പത്തും കാലം തൊട്ട് ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ എന്നെ തന്നെ നോക്കാതെ മറ്റുള്ളവർക്ക് സഹായിക്കുന്നത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇപ്പം കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഡെപ്പോസിറ്റ് നമ്മൾ പറയും തിരിച്ചു വരവായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കാരണന്മാർ പറയില്ല, കാരണന്മാർ ചെയ്യുന്ന ഗുണം അല്ലേ? ആ രീതിയിൽ നല്ലപോലെ ഇത്രയും പേരെ നമ്മൾ അങ്ങനത്തെ ഇതാണ്. പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമ്മൾ ആഗ്രഹിക്കാതെ അധികമായിട്ട് നമുക്ക് നല്ലൊരു സെറ്റപ്പ് ഇവിടെ ഓഫീസുകളും അതിപ്പോൾ ഇത് ഒരുപാട് എനിക്ക് 150-200 ക്ലയൻസ് ഉണ്ട്. മേജർ ലീഡിങ് കമ്പനിയാണ്. ക്ലയൻസ് കമ്പനീസ് കോർപ്പറേറ്റ്സ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തി. അല്ല, കമ്പനി ക്ലയൻസ് ആകുമ്പോൾ സാധ്യതകൾ കൂടുതലാണല്ലേ? സാധ്യതയിലൂടെ പിന്നെ ബൾക്ക് ഓഫ് ബിസിനസ് സ്ഥിരമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് വർഷമല്ല എനിക്കൊരു സ്റ്റഡി ബിസിനസ് ആയിട്ട് അതെപ്പോഴും ഉണ്ട്. നമുക്കങ്ങനെ 10-30 സ്റ്റാഫിനുള്ള ഇതുപോലൊക്കെ രീതിയിൽ ഞാൻ റെഗുലറായിട്ട് ഞങ്ങളെ. പിന്നെ വേറൊരു പ്രത്യേകത, ഓഫീസിൽ എല്ലാ ഡിനോമിനേഷനും ഉണ്ട് എനിക്ക്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും ഒരു ഞാൻ എൻ്റെ ഒരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയർ ആയി ഓഫീസിൽ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കോസ്മോസ് തുടക്കകൂടെയാണ് അല്ല, തുടങ്ങിയത് നേരം മുമ്പ് എൻ്റെ അവിടെ മേടിച്ചത്. അത് കഴിഞ്ഞ് അപ്പുറത്തൊടത്ത് മേടിച്ചു. 4 years മുമ്പ് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചു. 4 വർഷം മുമ്പ്. ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇത് 1050 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട് ശരിക്കും. സ്റ്റാഫ് ഏകദേശം 30 ഫീൽഡ് ഇൻക്ലൂഡിംഗ് ദ ടീംസ്. എല്ലാ മതവിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ദേശക്കാരും ഉണ്ട്. ഏതൊക്കെ നാട്ടുകാരുണ്ട്? ഇതുണ്ട്, സിന്ധി ഉണ്ട്, പഞ്ചാബി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, മഹാരാഷ്ട്രീയൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, പിന്നെ മലയാളീസ് ഇപ്പോൾ കൂടുതൽ. പക്ഷേ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. മറുനാട്ടിൽ നിന്ന് വന്ന് വ്യവസായം കെട്ടിപ്പൊക്കി ഇപ്പോൾ പറഞ്ഞു. മറുനാടൻ മലയാളികൾ തന്നെ ഇവിടെ ജോലിക്ക് ഒരുപാട് പേരുണ്ട്. എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം? അവർ കുറച്ച് പേരൊക്കെ വളരെ ആത്മാർത്ഥയോടെ ബില്ലിങ്ങിലൊന്നും അറിയാവുന്ന ലാംഗ്വേജിൽ പോകുന്നുണ്ട്. പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്നു. എന്നാൽ ചെല്ലൊന്നും അങ്ങനെ തന്നെ അങ്ങോട്ട് കൂടുതൽ ടൈമിൽ ഇതങ്ങോട്ടൊരു ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഇത് പ്രൈവറ്റ് സ്ഥാപനം. അപ്പോൾ ആ ഒരു അത്രയും അങ്ങോട്ട് ഹാർഡ് വർക്കിംഗ് വരും. സമയം നോക്കാതെ വർക്ക് ചെയ്യത്തില്ല. കാരണം നമുക്കത് ഒക്കത്തില്ല. ഒരാൾ ഇറങ്ങാൻ പറഞ്ഞ ബാങ്ക് ടിക്കറ്റ് ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ ഒക്കത്തില്ല. ഇത് പാർട്ട് ഓഫ് അവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശരിക്കും സർവീസാണ്. സർവീസ് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലുള്ള സ്ഥാപനത്തിൽ ഇത്രയും കൊണ്ടാകത്തില്ല. കാരണം ഒരാൾ ഒരു പ്രാവശ്യം വിളിച്ചു ടിക്കറ്റ് ചോദിച്ചാൽ ആ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കാൻ തയ്യാറായി. ഇത് ലൈക്ക് ഞാൻ പറയാനല്ല, എന്താ പേഴ്സൺ ഓക്സിജൻ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതുപോലെ ആവശ്യത്തില്ല എല്ലാവരും ചോദിക്കുന്നത്. ചിലപ്പോൾ ഡെത്ത് കേസ് വരുമ്പോൾ അതുപോലെ. അപ്പം നമ്മൾ ടൈം ഇത് നോക്കാതെ ഇപ്പം രാത്രി പോകുന്ന ആൾക്കാർ വിളിച്ചാൽ ഇപ്പം ഈ ടിക്കറ്റ് ആയില്ല. അതുകൊണ്ട് ഇപ്പോൾ രാത്രിയിൽ ഒരാൾ വിളിച്ചിട്ട് 1 മണിക്ക് വിളിക്കും ടിക്കറ്റ് ഇപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അത് ആ രീതിയിൽ എന്ന് പറയാൻ നേരം നമുക്ക് ഈ ടിക്കറ്റാണ് SMS ചെയ്തിട്ടോ ഇത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്താണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സർവീസ്, ഒരു ഫെയ്ത്ത് ഉണ്ട് ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്രയും വർഷം കൊണ്ട് ഇത്രയും നമുക്കൊരു ഒരുപാട് മലയാളി ക്ലയൻസ് കൊണ്ടെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മലയാളികൾ സ്വല്പം പുറകോട്ടാണ്. നോട്ട് എല്ലാവരും അടച്ചല്ല കേട്ടോ, കുറച്ച് പേരുണ്ട്. പക്ഷേ എനിക്ക് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ കുറച്ചും കൂടി എനർജറ്റിക്കാം അല്ലേ? അവർ സമയം അവർക്ക് ഹാപ്പി. അവർ എന്ത് കൊടുക്കുന്നുണ്ട് അവർ വളരെ ഹാപ്പിയാണ്. നമുക്ക് അത്രയും അങ്ങോട്ടൊരു പൂർണ്ണ സംതൃപ്തിയാണ് ഞാൻ പറയുന്നത്. പൂർണ്ണ സംതൃപ്തി. എനിക്ക് തോന്നുന്നു താങ്കളുടെ ബിസിനസ് ടൂറിസമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? ടൂറിസമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും? ഞങ്ങൾ ആൾക്കാർക്ക് ഇപ്പം ഹണിമൂൺ ട്രിപ്പുകൾ, എക്സ്കർഷൻ ചെയ്ത് പോലുള്ളതുണ്ട്. ഈ ബിസിനസ്സുകാരുടെ പ്രൊമോഷനുണ്ട്, ഓരോരോ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ആൾക്കാർ കിട്ടുന്നുണ്ട്. പിന്നെ ഫാമിലികളെല്ലാം ഇപ്പോൾ ഒരു ഇതാണല്ലോ, പാർട്ട് ഓഫ് പ്ലാനാണല്ലോ. ഒരു വർഷത്തിൽ ഒരു ടൂറിന് പോകാന്നുള്ള നമ്മുടെ നാട്ടിലെ ഇതുപോലെ ആ കൺസെപ്റ്റ് മാറിയില്ല. നമ്മുടെ ഒരു 10 years ബാക്കിലുള്ള കൺസെപ്റ്റ് മാറി. കഴിക്കുക, ഉറങ്ങുക, വീട് വയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പം ഒരു സ്പെൻഡ് ചെയ്യുക, അവർ ലാവിഷായിട്ട്. ഇപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പം ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് മണി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് മാറിയിട്ടുണ്ട്. പാട്ടപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു പണ്ട് പുണ്യയാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൂർ ഇതും ഒരു പാർട്ട് ഓഫ് ഇതാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നമ്മളതൊക്കെ ഡെഡിക്കേറ്റ് സർവീസ് കൊടുക്കണം. ഒരു ഹാപ്പി ആയിരിക്കണം. പാക്കേജ് ഇൻഡിവിജ്വലി കൊടുക്കാം, ഗ്രൂപ്പ് കൊടുക്കാം. ഇൻഡിവിജ്വലാകുമ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് അവരുടെ ഇതനുസരിച്ച് നമ്പർ ഓഫ് അവരുടെ ഫിനാൻസ് അനുസരിച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് പാക്കേജസ് നമ്മൾ ഇത് കൊടുത്ത് കൊടുക്കാം. ഇപ്പോൾ ബോംബെയിൽ നിന്ന് പോകുന്ന അധികം പേര് അങ്ങോട്ടാണ് പോകുന്നതായിരിക്കും. ചീപ്പായിട്ട് വരും. നമുക്ക് കേരളത്തിൽ തന്നെ ചീപ്പാണ്. ബാങ്കോക്ക്, സിംഗപ്പൂർ, മലേഷ്യ പോകുന്നത്.
പിന്നെ ആൾക്കാർക്കുണ്ടല്ലോ ഞാൻ വിദേശത്ത് നിന്ന് പോയത് കേരളത്തിൽ പോയി നല്ല, പക്ഷേ കേരളത്തെക്കുറിച്ച് നല്ല അഭിപ്രായം എല്ലാവരും പറയും. ഇവിടുന്ന് വന്നിട്ട് പറയും, ഇന്നലെ എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു അമേരിക്കയും UK യിലും പോയിട്ട് വന്ന് കേരളത്തിൽ ആലപ്പുഴ പോയിട്ട് അവർ പറഞ്ഞത് ബെസ്റ്റ് പ്ലേസ് ഞാൻ അത് കാണുന്നത് ഇതുപോലെ നല്ല പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസം മേഖല ആലപ്പിയാണ്. ആലപ്പി ഇത് വരും 3-4 വരെ നമ്മൾ 3 വരെ പോകും. പക്ഷെ അവിടുത്തെ നമ്മുടെ ഇച്ചിരി ഹൈജീനിക്കും ആൾക്കാരുടെ അപ്രോച്ച് മാറ്റും. നമ്മളിപ്പം മലേഷ്യയിൽ ഇപ്പം പോകുമ്പം ഈവൻ മലേഷ്യയൊക്കെ മുസ്ലിം കൺട്രി ആണെങ്കിൽ പോലും അവിടെ നമുക്ക് ആ ഒരു പിന്നെ ഹോസ്പിറ്റാലിറ്റി, അതായത് യാതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ സൗദി പോലെ ഞാനതാ കമ്പയർ ചെയ്യുന്നത്. ആ ഹോസ്പിറ്റാലിറ്റി അവരുടെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചെന്നും തൊട്ടെല്ലാം ആ ഹോസ്പിറ്റാലിറ്റി ഇതാണ്. നാട്ടിൽ നമ്മൾ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ എങ്ങനെ ഈ ടാക്സി പിന്നെ ഞാൻ ആരെയും എടുത്ത് പറയുന്നില്ല, പൊതുവേ നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമ്മുടെ കേരള ടൂറിസം നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കേരളത്തിനെ കുറിച്ച് അവർ കമ്പയർ ചെയ്യുന്നപ്പം ബെറ്റർ ഏത് സ്ഥലത്ത് വരെ നല്ലത് പറയുന്ന കേരളമാണ്. പക്ഷെ കോസ്റ്റ്ലിയാണ് നമ്മൾ അക്കോമഡേഷൻ ഇതൊക്കെ നമുക്ക് കുറച്ചാണ്. ഇപ്പം $50 $100 മലേഷ്യൻ സിംഗപ്പൂരിൽ നാശിക്കും. കേരളത്തിലത് 5000 രൂപ 6000 രൂപയൊക്കെ നല്ല ഹോട്ടലൊന്നും കിട്ടത്തില്ല. ഹോട്ടല് പക്ഷേ ഹോം സ്റ്റേകൾ അധികമുണ്ട്. പിന്നെ അത്രയും നമ്മൾ കുറച്ചുകൂടെ ഹൈജീനിക് ചില ഏരിയകളിലൊക്കെ ഇച്ചിരൂടെയൊക്കെ ഇതിന് ആൾക്കാരുടെ ഇത് ഇച്ചിരൊക്കെ അപ്രോച്ചസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖലയാണ് കേരള ടൂറിസം. ഓരോ ദിവസം വളരുന്നുണ്ട് ശരിക്കും പറഞ്ഞു. ആ ടൂറിസത്തിൻ്റെ വളർച്ച താങ്കൾക്ക് ഗുണം ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും ഞാനിപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് പാരൂർ ചോദിച്ചാൽ ചോദിക്കും ബീച്ച് പ്ലേസ് ഏത് നല്ല സ്ഥലമാണെന്നുള്ളത് ഞാൻ പ്രൊമോട്ട് ചെയ്യും. എന്നോട് ചോദിക്കും കമ്പയർ വിദേശമാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഒള്ളി എക്സെപ്റ്റ് മെയ് ടു ഏപ്രിൽ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയം ഞാൻ പറയും ഈ സമയത്ത് ഇതാണ് പോകേണ്ടതെന്നുള്ളത് പറയും, പ്രൊമോട്ട് ചെയ്യും. ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാക്ഷൻസ് തോന്നുന്നുണ്ടോ? ഇപ്പം നമ്മുടെ കേരള ടൂറിസം വളരുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യാൻ നല്ല റോഡുകൾ, നല്ല ഇത്, പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ളത് ടോയ്ലറ്റ് സർവീസും ഒക്കെ ഉള്ളത് നോക്കും. നമ്മൾ വിദേശത്ത് പോകുമ്പോൾ അതാണ് പ്രത്യേകത. നീറ്റ്നെസ് അവർ നോക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഒരാൾ 2 കാര്യമാണ് നോക്കുന്നത്. ഒന്ന് നമ്മുടെ ടോയ്ലറ്റ് നല്ലതാണോ, കിച്ചൺ നല്ലതാണോ. ഇത് രണ്ടും നമ്മൾ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കിച്ചനോട് കണക്റ്റഡ് ആണ്, ഹൈജീനിക് ആണോ നോക്കും. അത് വളരെ ശ്രദ്ധിച്ച് നോക്കും. ആ രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ പിന്നെ ആൾക്കാരുടെ അപ്രോച്ച്. പിന്നെ ഈ സമരങ്ങളാണ് അതൊഴിവാക്കെങ്കിൽ കേരളത്തിന് നമുക്ക് നമ്മൾ ഓരോ സമരങ്ങൾ വരുമ്പോഴും 10 പാക്കേജ് നമ്മൾ 10 ദിവസമൊക്കെ ഒരാളെ വിടുമ്പോൾ ആണ് 2 ദിവസം ബന്ധമായിട്ട് പോകുമ്പോൾ ആൾക്കാർ വളരെ പിന്നെ അവരെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.